9ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലെ അമ്മ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അമ്മ. 1. മാധവിക്കുട്ടി. 2. ആശയം. 3. വിശകലനം. മാധവിക്കുട്ടി. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരുപോലെ പ്രശസ്തയായ എഴുത്തുകാരിയായിരുന്നു മാധവിക്കുട്ടി. കമലാ സുരയ്യ എന്ന പേരിലും അവർ അറിയപ്പെട്ടിരുന്നു. കമലാദാസ് എന്ന പേരിലാണ് ഇംഗ്ലീഷിൽ എഴുതിയിരുന്നത്. 1934 മലബാറിലെ പുന്നയൂർകുളത്ത് ജനിച്ച അവർ ചെറുപ്പത്തിൽ തന്നെ എഴുത്തിൽ താൽപ്പര്യം കാണിച്ചു. സ്ത്രീകളുടെ ജീവിതം, പ്രണയം, ലൈംഗികത, സാമൂഹിക പരിമിതികൾ തുടങ്ങിയ വിഷയങ്ങൾ അവരുടെ രചനകളിൽ ആഴത്തിൽ പ്രതിഫലിച്ചു. മാധവിക്കുട്ടിയുടെ ആത്മകഥയായ എൻ്റെ കഥ വളരെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ അത് മലയാള സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു. നഷ്ടപ്പെട്ട നീലാംബരി, മാധവിക്കുട്ടിയുടെ കഥകൾ, പക്ഷിയുടെ മണം തുടങ്ങിയ കഥാസമാഹാരങ്ങളും നീർമാതളം പൂത്തകാലം, ചന്ദനമരങ്ങൾ തുടങ്ങിയ നോവലുകളും ഏറെ ശ്രദ്ധ നേടി. അവരുടെ കവിതകളിൽ പ്രണയവും ഏകാന്തതയും മരണവും നിറഞ്ഞു നിന്നു. സൂര്യനെ പോലെ, നെയ്പായസം തുടങ്ങിയ കവിതകൾ വളരെ പ്രശസ്തമാണ്. ലാളിത്യം നിറഞ്ഞ ഭാഷയും ശക്തമായ ആഖ്യാന ശൈലിയും അവരുടെ രചനകളുടെ പ്രത്യേകതയാണ്. 1984 സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അവർക്ക് ലഭിച്ചു. 2009 അന്തരിച്ച മാധവിക്കുട്ടി മലയാള സാഹിത്യത്തിൽ തൻ്റേതായ ഒരിടം സ്ഥാപിച്ചു. അവരുടെ രചനകൾ ഇന്നും വായനക്കാരെ ആകർഷിക്കുന്നു. ആശയം. ചെറുകഥാ സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ മാധവിക്കുട്ടിയുടെ ഒരു ചെറുകഥയാണ് തണുപ്പ്. അതിൽ നിന്ന് എടുത്തതാണ് അമ്മ എന്ന പാഠഭാഗം. പച്ചക്കറി വാങ്ങി മടങ്ങുന്ന വൃദ്ധയെ ഒരു മെഴ്സിഡീസ് കാർ തള്ളിയിട്ടു നിർത്താതെ പോകുന്നു. വേദന കാരണം അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാലിൽ മുറിവ് പറ്റി രക്തം വരുന്നുണ്ടായിരുന്നു. ഒരു പാൽക്കാരൻ വന്ന് അവരോട് എന്തു പറ്റി അമ്മേ എന്നു ചോദിക്കുന്നു. ആ അമ്മേ എന്ന വിളിയിൽ അവർക്ക് കുറച്ച് ശക്തി വീണ്ടു കിട്ടിയ പോലെ തോന്നി. കാരണം അവരുടെ മക്കളെല്ലാം വിദേശത്താണ്. അവർ ഒറ്റയ്ക്കാണ് താമസം. അതുകൊണ്ട് തന്നെ അമ്മേ എന്ന വിളി അവർ കേട്ടിട്ട് ഒരുപാട് നാളുകളായിരിക്കുന്നു. അപ്പോഴേക്കും ഒരു പോലീസുകാരൻ വന്ന് പാൽക്കാരന് നേരെ കയർക്കുന്നു. താനാണോ ഇവരെ ഇടിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട്. അയാൾ അല്ലെന്ന് അറിയുമ്പോൾ അയാളെ ദൃക്സാക്ഷിയാക്കി കേസെടുക്കാൻ മുതിരുന്നു. കേസെടുക്കുന്നതിലും പ്രധാനം ആ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് ആയതുകൊണ്ട് അയാൾ ഒരു ടാക്സിക്കാരൻ്റെ വണ്ടിയിൽ അമ്മയെ കയറ്റി ഹോസ്പിറ്റലിലേക്ക് വിടുന്നു. ഡോക്ടർ അവരുടെ മുറി വെച്ചു കെട്ടുമ്പോൾ വേദനിക്കുന്നുണ്ടോ അമ്മയെന്ന് ചോദിക്കുന്നു. ആ ചോദ്യം അവരെ വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നു. ടാക്സി ഡ്രൈവർ അവരെ വീട്ടിൽ കൊണ്ടാക്കുന്നു. വെള്ളം എടുത്തു വയ്ക്കാൻ മറക്കുകയും പച്ചക്കറി റോഡിൽ ചിതറിപ്പോകുകയും ചെയ്തതുകൊണ്ട് ഇന്ന് പട്ടിണിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിലത്തു പായ പോലും വിരിക്കാതെ അവർ കിടക്കുന്നു. കണ്ണീരൊഴുക്കിക്കൊണ്ട് മക്കളെക്കുറിച്ച് ഓർക്കുന്നു. അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ട് 10 വയസ്സുള്ള മകൻ ചോദിക്കുന്നത് ഓർത്ത് അവർ ചിരിക്കാൻ തുടങ്ങുന്നു. വിശകലനം. ആയുസ് മുഴുവൻ മക്കൾക്കായി ജീവിച്ചു വാർദ്ധക്യത്തിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരമ്മയുടെ ഒറ്റപ്പെടലും വേദനകളുമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ആ അമ്മയെ തള്ളിയിട്ട് നിർത്താതെ പോകുന്ന വണ്ടിക്കാരൻ്റെ പെരുമാറ്റത്തിൽ നിന്നും, വീണുകിടക്കുന്ന അവരെ സഹായിക്കാൻ ഓടിക്കൂടാത്ത ചുറ്റുപാടിൽ നിന്നും വൃദ്ധരോട് സമൂഹം കാണിക്കുന്ന അവഗണന മനസ്സിലാക്കാം. ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെപ്പോലെ അങ്ങനെ കൊഴിഞ്ഞു കിടന്നു എന്ന വരികളിൽ നിന്ന് അവർ നിരാലംബയാണ് എന്നും മനസ്സിലാക്കാം. മനുഷ്യന് പണവും തിരക്കുകളും കൂടുമ്പോൾ ചുറ്റുമുള്ളതൊന്നും കണ്ണിൽ പിടിക്കാതെയാവുന്നു. മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത ഇന്നത്തെ സമൂഹത്തെ ആ കാറുകാരനിൽ കാണാനാകും. ജനങ്ങളെ സേവിക്കാനായി നടക്കുന്ന പോലീസുകാരൻ പോലും ഒരു ജീവൻ രക്ഷിക്കാനല്ല നോക്കുന്നത്, സാക്ഷിയെ ചോദ്യം ചെയ്ത് കേസെടുത്ത് തൻ്റെ ജോലി തീർക്കാനാണ്. അതിനിടയിലും സ്നേഹത്തിൻ്റെ കര നീട്ടിക്കൊണ്ട് ഒരു പാൽക്കാരനും ടാക്സിക്കാരനും വരുന്നുണ്ട്. സ്വാർത്ഥരായ മനുഷ്യർക്കിടയിലും മനുഷ്യത്വമുള്ള മുഖങ്ങൾ ഉണ്ടെന്ന സത്യം അവരിലൂടെ എഴുത്തുകാരി മുന്നോട്ട് വയ്ക്കുന്നു. ഇവിടെ ആ അമ്മയുടെ മക്കൾ, പോലീസുകാരൻ, മെഴ്സിഡീസ് കാറുകാരൻ ഒക്കെ പണവും പദവിയും ഉണ്ടാവുമ്പോൾ മനുഷ്യത്വവും സ്നേഹവും ഇല്ലാതാവും എന്നതിന് ഉദാഹരണമാണ്. പാൽക്കാരനും ടാക്സി ഡ്രൈവറും സാധാരണക്കാരാണ്. അവർക്ക് പണമില്ല, പക്ഷേ മനുഷ്യത്വമുണ്ട്. അവർക്ക് മനുഷ്യബന്ധങ്ങളുടെ മൂല്യമറിയാം. അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥമറിയാം. ആ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എത്ര തുണികൾ അലക്കി കഴിഞ്ഞു, എത്ര ഊണുകൾ ഊട്ടിയെന്ന്. അവരുടെ ജീവിതം മുഴുവൻ കുടുംബത്തിനായി ചിലവഴിച്ചതിനെക്കുറിച്ചാണ് അവർ പറയുന്നത്. കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയ്ക്ക് വയ്യാത്തപ്പോൾ കരഞ്ഞിരുന്ന മക്കളാണ്
ഇന്ന് അമ്മയെ കൈപിടിച്ചു നടത്തേണ്ട സമയത്ത് ഒറ്റയ്ക്കിട്ട് പോയിരിക്കുന്നു. പണത്തിനു പുറകെ പോകുമ്പോൾ മനുഷ്യൻ ബന്ധങ്ങളെല്ലാം മറക്കുന്നു. ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടപ്പാട് വന്നാലും ഒരമ്മ മക്കളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അസുഖം വന്നാൽ പോലും മതിയായ വിശ്രമം അവർക്ക് ലഭിക്കുന്നില്ല. പക്ഷേ ആ സമയത്തും അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ, സാരമില്ല എന്നൊക്കെയുള്ള കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ ചോദ്യങ്ങൾ അവരുടെ ക്ഷീണത്തിനും അസുഖത്തിനും ആശ്വാസം നൽകുന്നു. തൻ്റെ മക്കൾ തന്നെ ഉപേക്ഷിച്ചു പോയാലും ആ അമ്മ ഡോക്ടറോടും ടാക്സി ഡ്രൈവറോടും മക്കൾ കൂടെയുണ്ട് എന്നാണ് പറയുന്നത്. എത്രയൊക്കെ മക്കൾ തള്ളി പറഞ്ഞാലും മക്കളെ മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെടുത്താൻ ആ അമ്മ തയ്യാറാവുന്നില്ല. ഒരമ്മയും അങ്ങനെ ചെയ്യുകയുമില്ല. അതാണ് മാതൃത്വത്തിൻ്റെ പ്രത്യേകത. മക്കൾക്ക് അവർ ഒരു കറിവേപ്പില ആയിരുന്നു. അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മയെ അവരുടെ ജീവിതത്തിൽ നിന്നും എടുത്തു കളഞ്ഞു. അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കലർന്ന ഒരു കൊഴുത്ത വെള്ളം ഒലിച്ചുകൊണ്ടിരുന്നു എന്ന വരികൾ പാഠഭാഗത്ത് കാണാം. ഒരുപാട് കാലം മക്കൾക്ക് വേണ്ടി ചോരയും നീരും കളഞ്ഞ അവർ ശരീരത്തിൽ ബാക്കിയുള്ള കൊഴുപ്പ് മക്കളെ ഓർത്ത് ഒഴുക്കിക്കളയുന്നു. അവസാന ഭാഗത്ത് കരച്ചിൽ ചിരിയായി മാറുന്നത് ഒറ്റപ്പെടലിൽ അവരുടെ മനോനില തെറ്റിപ്പോയതായും പഴയ ഓർമ്മകളാണ് ഇന്നും അവരെ ചിരിക്കാനും ജീവിക്കാനും പ്രേരിപ്പിക്കുന്നത് എന്നും മനസ്സിലാക്കാം. പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.